മാങ്ങയുടെ അണ്ടി ഉണക്കി വെച്ചിരിക്കുകയാണ്. മാങ്ങാണ്ടി അപ്പം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പണ്ടത്തെ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. ഭയങ്കര ഹെൽത്തിയാണ്, പ്രതിരോധ ശക്തിയുമാണ് കിട്ടും ഈ അപ്പം കഴിച്ചാൽ. അപ്പോൾ അത് നമ്മൾ മാങ്ങയുടെ അണ്ടി കല്ലുകൊണ്ട് ചതച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ സീഡ് എടുത്ത് നമ്മൾ വെള്ളത്തിലിടണം. ഒരു 3-4 ദിവസം മേലെ ഇത് വെള്ളത്തിലിട്ട് വെള്ളപ്പം മാറ്റി കൊടുക്കണം. അങ്ങനെ നമ്മളൊരു 4-5 ദിവസം മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം അത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. അതിൽ അരച്ചത് അവിടെ ഇട്ടേക്കണുണ്ടോ, അരച്ച് അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് ശർക്കര ഒഴിച്ച് ഒരു മുറി തേങ്ങയും അരച്ചതും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഉപ്പ് ശർക്കരയിൽ തന്നെ ഉള്ളത് കൊണ്ടിട്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നല്ലപോലെ കുഴക്കുക. കാരണം തേങ്ങയെ അരച്ചതിൻ്റെയും മാങ്ങയുടെ സീഡ് അരച്ചതിൻ്റെയൊക്കെ ആ നനവിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ആവശ്യമില്ല. എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നെയ്യ് ഒഴിച്ചൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിങ്ങനെ നല്ലപോലെ പരത്തി സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റീം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര ഹെൽത്തിയാണ്. പ്രധാനമായിട്ടും ഹെൽത്തിയാണ് ഇതിൽ. ടേസ്റ്റും ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയുടെ സീസണാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.